മഹേന്ദ്ര സിംഗ് ധോണി. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധോണി എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഒരു വലിയ സുഖമൊന്നുമില്ലായിരുന്നു. കാരണം സച്ചിൻ എന്ന ഒരു വൻമരം നിൽക്കുമ്പോൾ ധോണി എന്ന് കേൾക്കുന്ന അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അന്ന് ഇന്ത്യയിൽ തലമുടി നീട്ടി വളർത്തിയിരുന്ന രണ്ട് പ്രധാന സെലിബ്രിറ്റികളിൽ ഒരാൾ ധോണിയായിരുന്നു, മറ്റൊരാൾ ജോൺ അബ്രഹാമായിരുന്നു. രണ്ടുപേരും പിന്നെ മുടി വെട്ടി. അപ്പം പിന്നെ ഞാനൊക്കെ ധോണിയെ അറിയുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് ആ മുടി നീട്ടി വളർത്തുന്ന ഒരു ഫാഷനൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടെ അതിനോട് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ധോണി അതിനിടയ്ക്ക് T20 വേൾഡ് കപ്പ് ജയിക്കുന്നു, ODI വേൾഡ് കപ്പ് ജയിക്കുന്നു. അന്നേരം ഒന്നും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അതിന് ശേഷം ഒരു ചെറിയ ഇടവേള, സച്ചിൻ പോയില്ല, ചെറിയൊരു ഇടവേളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഓർമ്മയിൽ ഒരു 10-30 ഓവറൊക്കെ ആകുമ്പോഴത്തേനും ധോണി ബാറ്റിങ്ങിന് വരും. വന്നിട്ട് സിംഗിൾ, ഡബിൾ, ട്രിപ്പിളൊക്കെ ഓടി നട്ടുച്ച വെയിലത്ത് അങ്ങനെ പോയി ഒരു 45-ാമത്തെ ഓവർ കഴിയുമ്പോൾ സിക്സ് അടിക്കുന്നു, ഡബിൾ ഓടുന്നു, സിക്സ് അടിക്കുന്നു, ട്രിപ്പിൾ ഓടുന്നു, സിക്സ് അടിക്കുന്നു, ഡബിൾ ഓടുന്നു. ഇമാതിരി അടിയാണ്. എങ്ങനെ ഈ മനുഷ്യൻ ഈ നട്ടുച്ച വെയിലത്ത് ഇത്ര ഓടിയിട്ട് ഏറ്റവും അവസാനം ഇങ്ങനെ സിക്സ് അടിക്കുന്നതെന്ന് ഓർത്ത് അമ്പരന്ന് പോയിട്ടുണ്ട്. എങ്ങനെയോ ഇഷ്ടപ്പെട്ടു പോയി MSD. MSD ആണോ ABD ആണോ ഏകദിനത്തിലെ ഏറ്റവും നല്ല താരം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും MSD ആണെന്ന് തന്നെ പറയും. ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള നിലയിൽ MSDയെയും ABDയെയും GGയെയും ഒരുപോലെ ഇഷ്ടമുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരിക്കും ഞാൻ. താങ്ക് യു.